ബീഹാറിലെ നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം കുറിച്ച ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സാമ്രാട്ട് ചൗധരി സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ സാമ്രാട്ട് ചൗധരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നീണ്ടകാലത്തെ നിതീഷ് യുഗത്തിന് അന്ത്യം കുറിച്ചാണ് ബീഹാറിൽ സാമ്രാട്ട് മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നത്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും നിതീഷ് കുമാർ ആയിരുന്നു ബീഹാറിലെ മുഖ്യമന്ത്രി. എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു. ആദ്യം നമുക്ക് RDX റാപ്പ് കണ്ടുവരാം. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് സാമ്രാട്ട് ചൗധരി ഇന്ന് അധികാരമേറ്റു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന JDU നേതാവ് നിതീഷ് കുമാർ രാജിവെച്ചതോടെയാണ് BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മന്ത്രിസഭ പിരിച്ചുവിട്ടത്. 20 വർഷം ബീഹാറിനെ സേവിക്കാനായതിനാൽ നന്ദി പറഞ്ഞാണ് നിതീഷ് കുമാറിന്റെ പടിയിറക്കം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈൻ സാമ്രാട്ട് ചൗധരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. JDU നേതാക്കളായ വിജേന്ദ്ര പ്രസാദ് യാദവ്, വിജയ്കുമാർ ചൗധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. JDUവിന് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ലഭിച്ചെങ്കിലും നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ പുതിയ മന്ത്രിസഭയുടെ ഭാഗമായില്ല. മുഖ്യമന്ത്രി സ്ഥാനം BJPയിലേക്ക് എത്തുന്നതോടെ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വലിയൊരു മാറ്റത്തിനു കൂടിയാണ് സാക്ഷിയാകുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ER രാകേഷാണ് വിശകലനങ്ങളുമായി ചേരുന്നത്. ER രാകേഷ്, ഇത് ബീഹാറിലെ ഈ അധികാര കൈമാറ്റം വളരെ കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം ബീഹാർ ചരിത്രപരമായി വലിയൊരു സോഷ്യലിസ്റ്റ് മണ്ണായിരുന്നല്ലോ. കാരണം നമുക്ക് അടിയന്തരാവസ്ഥ കാലം മുതൽ അതിനെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അർത്ഥത്തിലാണ് ആ മണ്ണ് പരുവപ്പെട്ട് വന്നിരിക്കുന്നത്. കാരണം അതിനെതിരെ ഏറ്റവും അധികം ആ പ്രക്ഷോഭം തന്നെ അവിടെ ആയിരുന്നല്ലോ തുടർന്നു വരുന്നത്. അതുമാത്രമല്ല, രാജ്യത്താകെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയ ഒരു രഥയാത്രയൊക്കെ ആദ്യം തടഞ്ഞതും ബീഹാറിലായിരുന്നു എന്നുള്ളത്. അങ്ങനെ ചരിത്രപരമായി തന്നെ ആ മണ്ണിന് അത്തരം പ്രത്യേകതകളുണ്ട്. അപ്പോൾ BJP അപ്രസക്തമായ ഒരു മണ്ണിൽ നിതീഷിനൊപ്പം നിതീഷ് എന്ന വള്ളിയിൽ BJP ചുറ്റുകയും അതിനുശേഷം ആ നിതീഷിനെ തന്നെ വിഴുങ്ങിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് നിലവിൽ BJP എത്തിയിരിക്കുന്നു. അങ്ങനെ അധികാര കൈമാറ്റം എന്നല്ല, നിതീഷിനെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് നിലവിൽ BJP അതിനെ കണ്ടിരിക്കുന്നത്. നിതീഷിനും പക്ഷേ അധികാരത്തോടുള്ള ഒരു ഭ്രമം, അതിനുവേണ്ടി അദ്ദേഹം സ്വയം പരിണാമം ഉണ്ടാക്കുകയായിരുന്നു. ആ പരിണാമത്തിലാണ് നിലവിൽ ബീഹാറിൽ ഇങ്ങനെ ഒരു കൈമാറ്റം വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ശ്യാമിലി, പല കാലങ്ങളിൽ പല നിലപാട് നിതീഷ് കുമാർ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. അതിന് ഏതറ്റം വരെയും നിതീഷ് കുമാർ പോയിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം, നിതീഷ് കുമാറിൻ്റെ ചരിത്രം മാത്രം എടുത്താൽ മതി അതിന് ഉത്തരം ലഭിക്കാൻ. കാരണം ഗുജറാത്ത് കലാപം നടക്കുന്നത് 2002-ലാണ്. അന്ന് കേന്ദ്രത്തിൽ റെയിൽവേ മന്ത്രിയാണ് നിതീഷ് കുമാർ. അന്ന് ആ സർക്കാരിൽ നിന്ന് വാജ്പേയിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. അന്ന് രാജിവെച്ച കേന്ദ്രമന്ത്രിയുടെ പേര് നിതീഷ് കുമാർ എന്നല്ല, മറിച്ച് ബീഹാറിൽ നിന്നുള്ള മറ്റൊരു നേതാവായ രാംവിലാസ് പാസ്വാൻ ആയിരുന്നു. പിന്നീട് അതേ നിതീഷ് കുമാർ തന്നെ 2005-ൽ മുഖ്യമന്ത്രിയാകുന്നു. പക്ഷേ നരേന്ദ്രമോദി, ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ബീഹാറിലേക്ക് പ്രചാരണത്തിന് വരാൻ പാടില്ല എന്നൊരു നിലപാട് 2010-ലൊക്കെ അദ്ദേഹം കൈക്കൊള്ളുന്നു. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ വേണം, പക്ഷേ മോദി വരേണ്ടതില്ല എന്ന നിലപാട് നിതീഷ് കുമാർ അന്ന് സ്വീകരിച്ചു. 2014-ൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് അതിനോട് പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം NDA വിടുന്നത്. പക്ഷേ അതേ നിതീഷ് കുമാർ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2017-ൽ വീണ്ടും NDAക്കൊപ്പം കൈകോർക്കുന്നു നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല കാലങ്ങളെ അദ്ദേഹം പല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2017-ലെ കാര്യം പറഞ്ഞു. അതിനുശേഷം 2024 വരെ എടുത്താൽ തന്നെ അദ്ദേഹം പിന്നീട് 2022-ൽ UPAയുടെ ഭാഗമായി, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പാണ് അദ്ദേഹം അവിടെ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് തന്നെ വന്നിരിക്കുന്നു. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഈ പ്രചാരണ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. മറിച്ച് BJPയെ സംബന്ധിച്ചാണെങ്കിൽ BJP കാലങ്ങളായി ബീഹാറിൽ സ്വന്തമായൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020-ൽ നോക്കുകയാണെങ്കിൽ 74 MLA-മാരാണ് BJPക്ക് അവിടെ ഉണ്ടായിരുന്നത്. നിതീഷ് കുമാർ 43 ആയിരുന്നു. ഇത്തവണ BJPക്ക് 89 ഉണ്ട്. നിതീഷ് കുമാറിനുള്ളത് 85 പേരാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും വ്യത്യാസമുള്ളത് നിതീഷ് കുമാർ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ BJPക്ക് സർക്കാർ ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരുന്നു. കാരണം 243 ആണ് അവിടുത്തെ അംഗ
അംഗബലം, 122 സീറ്റ് മതി കേവല ഭൂരിപക്ഷത്തിന്. JDU ഇല്ലാതെ തന്നെ 117 അംഗങ്ങളുണ്ട്. അപ്പോൾ 5-6 അംഗങ്ങളുടെ കുറവ് മാത്രമാണ് JDU ഇല്ലാത്ത NDA സഖ്യത്തിന്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രണ്ടാം നിര നേതാക്കളെ നിതീഷ് വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പാർട്ടിയെ ഒരുപക്ഷെ BJP വിഴുങ്ങുന്ന സാഹചര്യം പോലും നിലവിലുണ്ട്. അപ്പോൾ നിതീഷ് സ്വാഭാവികമായും BJPക്ക് കീഴടങ്ങുന്നു. നേരത്തെ മഹാരാഷ്ട്രയിലൊന്നും കണ്ട പോലെയല്ല, ഒരു സുഗമമായ കൈമാറ്റം ഇവിടെ നടന്നിരിക്കുന്നു. ശ്യാമിലി. ശരി, ER രാഗേഷാണ് വിശകലനങ്ങളുമായി ചേർന്നത്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും ബീഹാറിൽ പലപ്പോഴായി BJP അധികാരത്തിന്റെ ഭാഗമാക്കിയത് JDU നിതീഷ് കുമാറുമായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BJPയുമായി ചേർന്നിരുന്നതിനോ BJP അധികാരത്തിന്റെ ഭാഗമാക്കുന്നതിനോ യാതൊരു തെറ്റും കാണാത്ത രാഷ്ട്രീയക്കാരനായിരുന്നു നിതീഷ് കുമാർ. അങ്ങനെ മാറുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇപ്പോൾ നിതീഷ് കുമാറിനെയും JDUവിനെയും BJP മൊത്തമായി വിഴുങ്ങിയിരിക്കുന്നു. അതായത് 20 വർഷം മുൻപേ നിതീഷ് കുമാറിനെ മുന്നിൽ വെച്ച് BJP നടത്തിയ രാഷ്ട്രീയ കരുനീക്കത്തിന്റെ പര്യവസാനമാണ് ഇന്ന് ബീഹാറിൽ സംഭവിച്ചത്. സോഷ്യലിസ്റ്റ് അടിത്തറ ഭദ്രമായിരുന്ന ബീഹാർ രാഷ്ട്രീയത്തിൽ അധികാരത്തിന്റെ ചുക്കാൻ പിടിച്ച BJP എത്തുന്നതോടെ എന്താവും സംഭവിക്കുക എന്ന് കാത്തിരുന്നു തന്നെ കാണണം.